നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അസിം മുനീറിന്റെ ചാവടുത്തു. റാവൽപിണ്ടിയിലേക്ക് ഇരച്ചു കയറും ബലൂജ് ആർമി. അവർക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല. അവരുടെ കോട്ടയിൽ കയറി പട്ടാള മേധാവിയെ തച്ച് തകർത്ത് അയാളുടെ തലയെടുക്കും. ആ തല ബലൂചിസ്ഥാനിൽ കൊണ്ടുപോയി കെട്ടിത്തൂക്കും. പാക് പട്ടാള മേധാവിയെ കാത്തിരിക്കുന്നത് കൊടൂര മരണമായിരിക്കും എന്ന വലിയ മുന്നറിയിപ്പാണ് ബലൂജ് ലിബറേഷൻ ആർമി ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. അസിം മുനീർ ഭയപ്പാടിലാണ്. ഭയപ്പാടെന്ന് പറയുമ്പോൾ വല്ലാത്ത ഭയപ്പാടിലേക്ക് പട്ടാള മേധാവി എത്തിയിരിക്കുന്നു. തനിക്ക് എന്തും സംഭവിക്കാം എന്നുള്ള ഒരു ഭയം അയാളെ വേട്ടയാടി തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യ വിരോധം കൊണ്ട് തീവ്രവാദത്തിന് കൂട്ടുപിടിച്ച അസിം മുനീറിന്റെ മരണവും അതേ തീവ്രവാദം കൊണ്ട് തന്നെ ആയിരിക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ആഭ്യന്തര കലഹം പൊട്ടിപ്പുറപ്പെട്ട് ആളിക്കത്തുകയാണ് പാകിസ്ഥാൻ തെരുവുകളിൽ. ഒരു വശത്ത് ബലൂജ് ലിബറേഷൻ ആർമി അടിച്ചു കയറി മുന്നേറി വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വശത്ത് പാക് അധീന കശ്മീരിൽ കലാപം ആളിക്കത്തുന്നു. ഇരുഭാഗത്തു നിന്നും വലിയ പ്രതിഷേധവും പൊട്ടിത്തെറികളും സംഭവിക്കുമ്പോൾ പാകിസ്ഥാൻ ഭരണകൂടവും പട്ടാള മേധാവിയും വിറയ്ക്കുകയാണ്. ചെയ്തു കൂട്ടിയതിനൊക്കെ അവർ ഇന്ന് ഇരന്നു മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. POKയിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്ന പ്രഖ്യാപനം ഞങ്ങൾ പാകിസ്ഥാൻ ഭരണകൂടത്തെയും പട്ടാളത്തെയും തോട്ടിലെറിയുമെന്നാണ്. ഞങ്ങൾ ഇന്ത്യക്കൊപ്പം ചേരുമെന്നാണ്. ഈ ഒരു വാക്ക്, അതായത് ഈ ഒരു പ്രഖ്യാപനം അസിം മുനീറിനെ വല്ലാത്ത വെറി പിടിപ്പിക്കുന്നുണ്ട്. അതായത് ഇന്ത്യ വിരോധം കൊണ്ട് കൈ കഴുകിയ ഒരാളാണ് അസിം മുനീർ. അതേ അസിം മുനീറിന് POKയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ഈ ഒരു വാചകമുണ്ടല്ലോ, അത് അയാളുടെ തല തകരുന്നതിന് തുല്യമാണ്. കശ്മീർ പിടിച്ചെടുക്കും, കശ്മീർ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് കാലങ്ങളായി, എത്രയോ പതിറ്റാണ്ടുകളായി, എത്രയോ നൂറ്റാണ്ടുകളായി പാകിസ്ഥാൻ തീവ്രവാദം അഴിച്ചുവിടുകയാണ് ഇന്ത്യയിലേക്ക്. തീവ്രവാദികൾക്ക് ആയുധവും പണവും എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്ത് വളർത്തിയത് പാകിസ്ഥാൻ പട്ടാളമാണ്. ഇന്ന് അതേ സംഘത്തിന് അതേ തീവ്രവാദം അവരുടെ തലയെടുക്കുമോ എന്നുള്ള ഭയത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഷഹബാസ് ഷെരീഫിന്റെയും സൈനിക മേധാവി അസിം മുനീറിന്റെയും സർക്കാരിനെതിരെ ഗുരുതരമായ ചോദ്യങ്ങൾ ഉന്നയിച്ച് പാകിസ്ഥാൻ നേതാവ് അൽതാഫ് ഹുസൈൻ രംഗത്ത് വന്നിട്ടുണ്ട്. കശ്മീരിലെ ജനങ്ങൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുകയാണ്. ബലൂചിസ്ഥാനിൽ ആളുകൾ മൃതദേഹങ്ങളുമായി കുത്തിയിരിപ്പ് സമരം നടത്തുകയാണ്. ഖൈബർ പക്തൂൺഖയിലെ സ്ഥിതി എല്ലാവർക്കും ദൃശ്യമാണ്. ഇന്ത്യ ആണവ അന്തർവാഹിനികൾ വിന്യസിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ഗുരുതരമായ പ്രശ്നങ്ങളുമായി മല്ലിടുകയാണ്. പക്ഷേ ഭരണാധികാരികൾ വിദേശകാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഭരണാധികാരികളുടെ ഈ മനോഭാവം ശരിയാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. പാക് അധിനിവേശ കശ്മീരിൽ പ്രതിഷേധങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിലായിരുന്നു അൽതാഫ് ഹുസൈന്റെ പ്രസ്താവന. പാക് അധിനിവേശ കശ്മീരിലെ റാവൽകോട്ടിൽ നടന്ന പ്രതിഷേധത്തിൽ 1 ലക്ഷത്തിലധികം പേർ പങ്കെടുത്തിരുന്നു. പാക് അധിനിവേശത്തിനെതിരെ പാക് അധിനിവേശ കശ്മീർ നേതാക്കൾ ആക്രമണം അഴിച്ചുവിട്ടു. പാക് അധിനിവേശ കശ്മീർ പാകിസ്ഥാന്റെ അടിമയായി തുടരില്ല എന്നും അവർ പ്രഖ്യാപിച്ചു. പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ വളരെ ജനപ്രിയനും സ്വാധീന ശക്തിയുമുള്ള വിവാദ നേതാവാണ് അൽതാഫ് ഹുസൈൻ. വിഭജനത്തിന് ശേഷം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറിയ, കറാച്ചിയിലും സിന്ധിലും താമസിക്കുന്ന ഉറുദു സംസാരിക്കുന്ന മുസ്ലിങ്ങളായ മുജാഹിറുകളുടെ താൽപ്പര്യങ്ങളെ പ്രധാനമായും പ്രതിനിധീകരിക്കുന്ന മുത്തഹിദ ഖ്വാമി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് അൽതാഫ്. കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകളായി ലണ്ടനിൽ പ്രവാസ ജീവിതം നയിച്ച ഇദ്ദേഹം അവിടെ നിന്നാണ് തന്റെ രാഷ്ട്രീയ ജീവിതം നയിച്ചത്. പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ ഒരു കാലത്ത് ഗണ്യമായ സ്വാധീനം ചെലുത്തിയിരുന്ന അൽതാഫ് പിന്നീട് രാജ്യദ്രോഹിയായി മുദ്രകുത്തപ്പെട്ടു. കശ്മീരിലെ ജനങ്ങൾ അവരുടെ അവകാശങ്ങൾക്കായി ശബ്ദം ഉയർത്തുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അൽതാഫ് ഹുസൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ബലൂചിസ്ഥാനിൽ അമ്മമാർ ഇപ്പോഴും കുട്ടികളുടെ മൃതദേഹങ്ങൾക്കൊപ്പം ഇരിക്കുന്നു. അവരെ സംസ്കരിച്ചിട്ടില്ല. ഖൈബർ പക്തൂൺഖയിലെ സ്ഥിതി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇന്ത്യ ആണവായുധങ്ങൾ വിന്യസിക്കുകയും പാകിസ്ഥാനിലേക്ക് അന്തർവാഹിനികൾ അയക്കുകയും ചെയ്തു. പണപ്പെരുപ്പ സ്ഥിതി എല്ലാവർക്കും വ്യക്തമാണ്. എന്നിട്ടും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഫീൽഡ് മാർഷൽ അസിം മുനീറും ഇറാൻ, അമേരിക്ക, ഇറാൻ, സൗദി അറേബ്യ, ഇറാൻ എന്നിവയെക്കുറിച്ച് സംസാരിക്കുകയാണെന്നും അൽതാഫ് കുറ്റപ്പെടുത്തി. കൂടാതെ ഈ ആളുകൾക്ക് പാകിസ്ഥാനെക്കുറിച്ച് ഒരാശങ്കയുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ നേരിടുന്ന സാഹചര്യത്തെക്കുറിച്ച് അവർക്കൊരാശങ്കയുമില്ല. കശ്മീരികളോട് ചെയ്യുന്നത് ശരിയാണോ എന്നും അൽതാഫ് ഹുസൈൻ ചോദിച്ചു. ബലൂചിസ്ഥാനിൽ പാകിസ്ഥാന്റെ സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മസ്തൂങ് ജില്ലയിലെ ഖഡ്കോച്ച പ്രദേശത്ത് പാകിസ്ഥാൻ സുരക്ഷാ സേനയുടെ വാഹന വ്യൂഹത്തിന് നേരെ തങ്ങളുടെ പോരാളികൾ വലിയ ആക്രമണം നടത്തിയതായി ബലൂജ് ലിബറേഷൻ ആർമി അവകാശപ്പെട്ടു. ആക്രമണത്തിൽ 45-ലധികം പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ട് സംഘടന അറിയിച്ചു.
BLA വക്താവ് ജിയാൻഡ് ബലൂച്ച് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഗ്രൂപ്പിന്റെ ഫത്തേ സ്ക്വാഡാണ് ആക്രമണം നടത്തിയത് എന്ന് വ്യക്തമാക്കി. പാകിസ്ഥാൻ ആർമി ഉദ്യോഗസ്ഥരെയും അവരുടെ സുരക്ഷാ അകമ്പടികളെയും പിന്നീട് സ്ഥലത്തെത്തിയ അധിക സൈനികരെയും വഹിച്ചുള്ള ബസ്സുകളാണ് ലക്ഷ്യമെന്ന് അവർ അവകാശപ്പെട്ടു. ആക്രമണത്തെ തുടർന്ന് ഇരു വിഭാഗവും തമ്മിൽ ദീർഘനേരം വെടിവെപ്പ് നടന്നതായി BLA വ്യക്തമാക്കി. ഓപ്പറേഷനിൽ 45-ലധികം സൈനികർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ട് ബലൂച്ച് ലിബറേഷൻ ആർമി അവകാശപ്പെട്ടു. ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മരണസംഖ്യ ഉയരുമെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ആക്രമണ തന്ത്രം, പാകിസ്ഥാൻ സൈന്യത്തിനുണ്ടായ നഷ്ടങ്ങൾ, സൈനിക ഉപകരണങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വിശദമായ വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്ന് BLA പ്രസ്താവനയിൽ പറഞ്ഞു. എന്നിരുന്നാലും ഈ BLA അവകാശവാദങ്ങൾ പാകിസ്ഥാൻ സൈന്യമോ സർക്കാരോ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. സമീപ മാസങ്ങളിൽ ബലൂചിസ്ഥാനിലെ പാകിസ്ഥാൻ സൈന്യത്തിനും അർദ്ധസൈനിക വിഭാഗങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും നേരെയുണ്ടായ നിരവധി പ്രധാന ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം BLA ഏറ്റെടുത്തിട്ടുണ്ട്. ഇത് മേഖലയിലെ സുരക്ഷാ സ്ഥിതി നിരന്തരം വഷളാക്കുകയും പാകിസ്ഥാൻ സർക്കാരിനുമേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നുണ്ട്. ഒരു വഴിക്കൂടെ ബലൂച്ച് ലിബറേഷൻ ആർമി ഭരണകൂടത്തെയും പട്ടാളത്തെയും വിറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇടുത്തി പോലെ വെള്ളിടി വെട്ടിയതുപോലെ പാക് അധീന കശ്മീരിൽ ഭരണകൂടത്തിനെതിരെ നടക്കുന്ന വലിയ ലഹള അത് ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. മുസഫറാബാദിൽ നടന്ന സംഘർഷങ്ങളിൽ 12 പേർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരങ്ങൾ വന്നിരിക്കുന്നത്. എന്നാൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഭരണകൂടം മറച്ചുവെക്കുകയാണെന്നും ഇതിൽ കൂടുതൽ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. മേഖലയിലെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായതിനെ തുടർന്ന് പാകിസ്ഥാൻ 4000-ഓളം റേഞ്ചേഴ്സിനെയും പോലീസ് ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. സുരക്ഷാ സേനയും പ്രതിഷേധക്കാരും തമ്മിൽ ഇവിടെ നിരവധി തവണ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. വെടിവെപ്പും നടക്കുന്നുണ്ട്. പൂഞ്ച് ഡിവിഷനിലാണ് പ്രധാനമായും അക്രമാസക്തമായ ഏറ്റുമുട്ടലുകൾ നടന്നത്. പ്രതിഷേധങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ ഭരണകൂടം റാവൽകോട്ടിൽ മാധ്യമങ്ങൾക്ക് അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. പ്രക്ഷോഭകർ മുസഫറാബാദിലേക്ക് കടക്കുന്നത് തടയാൻ നഗരങ്ങൾ പൂർണ്ണമായും അടച്ചുപൂട്ടിയ നിലയിലാണ്. പണപ്പെരുപ്പം, രാഷ്ട്രീയ വിവേചനം എന്നിവയ്ക്കെതിരെ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം നടന്നത്. ഭരണവർഗത്തിന്റെ ആനുകൂല്യങ്ങൾ നിർത്തലാക്കുക, കുറഞ്ഞ വേതനം ഉറപ്പാക്കുക, പ്രകൃതി വിഭവങ്ങൾക്ക് മേൽ പ്രാദേശിക നിയന്ത്രണം നൽകുക തുടങ്ങിയവയാണ് ഇവരുടെ പ്രധാന ആവശ്യങ്ങൾ. മുസഫറാബാദിലേക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന മാർച്ചിൽ ഏകദേശം 40,000-ഓളം പേർ പങ്കെടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ. ഇവിടെ ഇപ്പോഴും പല ഭാഗങ്ങളിൽ നിന്നായി ജനങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും ഈ പ്രതിഷേധക്കാർക്കൊപ്പം ചേരുന്നത് ഭരണകൂടത്തെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. അതായത് മറ്റ് പാകിസ്ഥാന്റെ പ്രവിശ്യകളിൽ നിന്നൊക്കെ ആൾക്കാർ ഈ പ്രതിഷേധത്തിലേക്ക് എത്തുന്നുണ്ട്. പ്രതിഷേധക്കാർ ആയുധധാരികളാണെന്ന് പാക് സൈന്യം ആരോപിക്കുമ്പോൾ തങ്ങൾ സമാധാനപരമായാണ് സമരം ചെയ്യുന്നതെന്നും സൈന്യം നുഴഞ്ഞുകയറ്റക്കാരെ വിട്ട് വെടിവെപ്പ് നടത്തി പ്രക്ഷോഭത്തെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുകയാണെന്നും ആക്ഷൻ കമ്മിറ്റി തിരിച്ചടിച്ചു. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ കടുത്ത നടപടികളുമായി മുന്നോട്ടു പോകാനാണ് പാക് ഭരണകൂടത്തിന്റെ നീക്കം. ഇത് മേഖലയിൽ കൂടുതൽ സംഘർഷത്തിന് വഴിവെക്കുമെന്ന ആശങ്ക ശക്തമാണ്. പ്രക്ഷോഭം ശക്തമായതോടെ മേഖലയിലേക്കുള്ള ഭക്ഷണവും മരുന്ന് വിതരണവും പാക് ഭരണകൂടം തടഞ്ഞതായി പ്രതിഷേധക്കാർ ആരോപിച്ചു. തങ്ങളെ സഹായിക്കണമെന്ന് അവർ ഇന്ത്യയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. പാക് അധീന കശ്മീരിലെ ജനങ്ങൾ നേരിടുന്ന ദശാബ്ദങ്ങൾ നീണ്ട ചൂഷണത്തിന്റെയും അവകാശ നിഷേധത്തിന്റെയും പ്രതിഫലനമാണ് ഈ പ്രക്ഷോഭമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. പാകിസ്ഥാൻ അമിതമായ ബലപ്രയോഗം നടത്തുകയാണെന്നും ഇതിന് അന്താരാഷ്ട്ര സമൂഹം അവരെ ഉത്തരവാദികളാക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. പാകിസ്ഥാനും പട്ടാള മേധാവി അസിം മുനീറും വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് വീണിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.